സ്വാഗതം ആശംസിക്കുന്നത് എഞ്ചിനീയർ രമേശ്, സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ഫ്രം പാലക്കാട്, ലെൻസ്ഫെഡിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗവുമാണ് ശ്രീ രമേശ്. അതിനു മുമ്പായി ഞങ്ങൾ ഇതിൽ പങ്കെടുക്കുന്ന പ്രമുഖരെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഒന്ന് ശ്രീ PV ചന്ദ്രൻ, മാതൃഭൂമിയുടെ ചെയർമാൻ, കേരളത്തിൻ്റെ പ്രമുഖ വ്യവസായിയും മാധ്യമപ്രവർത്തകനും, കേരളത്തിൻ്റെ പത്രപ്രവർത്തന രംഗത്ത് സത്യസന്ധതയും പൗരബോധവും വളർത്തിയ വ്യക്തിത്വം. മാതൃഭൂമി മലയാളിയുടെ ശബ്ദമാണെങ്കിൽ PV ചന്ദ്രൻ അതിൻ്റെ ഹൃദയസ്പന്ദനമാണ്. ഇദ്ദേഹത്തിൻ്റെ ശാന്തമായ നിലപാടിലും ദൃഢമായ മൂല്യങ്ങളിലും മാതൃഭൂമി ഇന്ന് കൂടുതൽ പ്രൗഢിയോടെ മുന്നേറുകയാണ്. മിസ്റ്റർ അൻവർ സാദത്ത്, ക്യാപ്കോൺ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ചെയർമാൻ, ലാൻഡ്മാർക്ക് ബിൽഡേഴ്സിൻ്റെ ഫൗണ്ടറും ഡയറക്ടറും, ദൃഢനിശ്ചയവും കഠിനാധ്വാനവും കൊണ്ട് കേരളത്തിൽ കെട്ടിട നിർമ്മാണ രംഗത്ത് വെന്നിക്കൊടി പാറിച്ച വ്യക്തിത്വം. ലോകം ഉറ്റുനോക്കുന്ന 125 ഏക്കറിൽ പരന്നുകിടക്കുന്ന മർക്കസ് നോളജ് സിറ്റിയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയതാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ മറ്റൊരു ടേണിംഗ് പോയിന്റ്. അതിലെ മനോഹരമായ മസ്ജിദും സ്കൂളും ഹോസ്പിറ്റലും, എന്തിനേറെ 1400ഓളം അപ്പാർട്ട്മെൻറ്റുകൾ ഉൾക്കൊള്ളുന്ന 7 റെസിഡൻഷ്യൽ ടവറുകളും ഒരത്ഭുത കാഴ്ചയാണ്. ഇതിൽ പങ്കെടുക്കുന്ന മറ്റൊരു വ്യക്തിത്വമാണ് മിസ്റ്റർ AP അബ്ദുള്ളക്കുട്ടി, കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ 32ാമത്തെ പ്രസിഡന്റ്, വ്യവസായ ലോകത്തിൻ്റെ പുതിയ പ്രതീക്ഷ, കേരളത്തിൻ്റെ വ്യവസായിക രംഗത്ത് ദൃഢമായ നിലപാടുകളിലൂടെ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിത്വം മിസ്റ്റർ അബ്ദുള്ളക്കുട്ടി. മിസ്റ്റർ M ഖാലിദ്, പരസ്യം കൊണ്ട് തന്നെ മലയാളിയുടെ മനസ്സ് കീഴടക്കിയ പ്രൊഡക്റ്റ് ഹാപ്പി ഫുഡ് പ്രൊഡക്ട്സിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഫൗണ്ടറുമാണ് മിസ്റ്റർ M ഖാലിദ്. ദെൻ PK മൊയ്തു, ഇരുമ്പുരുക്ക് നിർമ്മാണ രംഗത്ത് രാജ്യാന്തര തലങ്ങളിൽ കയ്യൊപ്പു ചാർത്തിയ അധികായർ. കോഴിക്കോട് ജില്ലയിലെ വ്യാപാര പ്രമുഖർ, PK ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ഡയറക്ടർ മിസ്റ്റർ മൊയ്തുവും ഈ ബിസിനസ് സമ്മിറ്റിൽ പങ്കെടുക്കുന്നു. ഇതിൻ്റെ മോഡറേറ്ററായി വേദിയിലുള്ളത് എഞ്ചിനീയർ P മുഹമ്മദ് കോയ. സ്നേഹമധുരമായ വാക്കുകൾ കൊണ്ടെന്നും ശ്രോതാക്കളുടെ മനസ്സിൽ കൂടുകൂട്ടുന്ന അക്ഷരസ്നേഹി, എഴുത്തുകാരൻ, ഉജ്ജ്വല വാഗ്മിയും മികച്ച സംഘാടകനും, അതിലുപരി ലെൻസ്ഫെഡിൻ്റെ മുൻ സംസ്ഥാന അധ്യക്ഷനും ലെൻസ്ഫെഡിൻ്റെ ശക്തി സ്രോതസ്സുമാണ് എഞ്ചിനീയർ P മുഹമ്മദ് കോയ. അദ്ദേഹത്തെ ഏറെ അഭിമാനത്തോടെയും അതിലേറെ ആദരവോടെയുമാണ് ഞങ്ങൾ ഇതിൽ മോഡറേറ്ററായി അവതരിപ്പിക്കുന്നത്. ഈ ചടങ്ങ് ആരംഭിക്കുകയായി ബിസിനസ് സമ്മിറ്റിൻ്റെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ വിശിഷ്ടാതിഥികളെയും ഈ ഹാളിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനായി ലെൻസ്ഫെഡിൻ്റെ സംസ്ഥാന സമിതി അംഗവും സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റുമായ എഞ്ചിനീയർ രമേശിനെ ഫ്രം പാലക്കാട് അദ്ദേഹത്തെ ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. താങ്ക് യു. സുഹൃത്തുക്കളെ, നിർമ്മാണ മേഖലയിലെ ഏറ്റവും വലിയ പ്രൊഫഷണൽ സംഘടനയായ ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ലെൻസ്ഫെഡ് ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു സംഘടന എന്ന നിലയിൽ ഈ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഗ്ലോബൽ ബിൽഡ് എക്സ്പോ ബിസിനസ് സമ്മിറ്റിൻ്റെ 2ാമത്തെ ദിവസമാണ് ഇന്ന് നടക്കുന്നത്. വളരെ വ്യത്യസ്തമായ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സംഘടന എന്ന നിലയിൽ തന്നെ വളരെ വ്യത്യസ്തമായ നിരവധി സബ്ജക്റ്റുകളെക്കുറിച്ചുള്ള സെമിനാറുകൾ ഇവിടെ നടത്തിക്കഴിഞ്ഞിരുന്നു. ഇന്നിവിടെ നടക്കുന്നത് ബിസിനസ് സമ്മിറ്റാണ്. തീർച്ചയായും ഈ ബിസിനസ്സിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പാനലിസ്റ്റുകളെ കൊണ്ടുള്ള ഒരു ബിസിനസ് സമ്മിറ്റാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. അതിൻ്റെ വിഷയം വാണിജ്യ രംഗത്തെ മാറ്റുന്ന സാങ്കേതികത അഥവാ ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ ഇൻ ബിസിനസ് എന്ന വിഷയത്തെ ഊന്നിക്കൊണ്ടാണ് ഇന്നിവിടെ ബിസിനസ് സമ്മിറ്റ് നടക്കുന്നത്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇതിൽ പങ്കെടുക്കുന്ന പാനലിസ്റ്റ് ഡയറക്ടർ ആൻഡ് മാനേജിംഗ് എഡിറ്റർ ശ്രീ മാതൃഭൂമി ആൻഡ് മാനേജിംഗ് പാർട്ണർ KTC ഗ്രൂപ്പിൻ്റെ മിസ്റ്റർ PV ചന്ദ്രൻ സാറെ വളരെയേറെ സന്തോഷത്തോടുകൂടി ഈ ബിസിനസ് സമ്മിറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് പ്രസിഡന്റ് കാലിക്കറ്റ് ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ ശ്രീ AP അബ്ദുള്ളക്കുട്ടി സാറെ വളരെ സന്തോഷത്തോടെ ഈ സമ്മിറ്റിൽ സ്വാഗതം ചെയ്യുന്നു. ഫൗണ്ടർ ആൻഡ് CEO ഹാപ്പി ഫുഡ് പ്രോഡക്ട്സിൻ്റെ
മിസ്റ്റർ എം ഖാലിദ് സാറെ വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. മിസ്റ്റർ അൻവർ സാദത്ത്, ചെയർമാൻ കാപ്കോൺ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആൻഡ് ഡയറക്ടർ ലാൻഡ്മാർക്ക്, അദ്ദേഹത്തെ ഏറെ സന്തോഷത്തോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ ഇന്നത്തെ ബിസിനസ് സമ്മിറ്റിൻ്റെ മോഡറേറ്റർ ലെൻസ്ഫെഡ് കുടുംബാംഗവുമായ നമ്മളെ പ്രിയപ്പെട്ട മുൻ സംസ്ഥാന പ്രസിഡന്റ് എഞ്ചിനീയർ ശ്രീ മുഹമ്മദ് കോയ അവർകളാണ്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്നത്തെ സബ്മിറ്റിൽ പങ്കെടുക്കുന്ന മുഴുവൻ വ്യക്തിത്വങ്ങളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ബിസിനസ് സമ്മിറ്റിൻ്റെ മോഡറേറ്റർ ശ്രീ എഞ്ചിനീയർ മുഹമ്മദ് കോയയെ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. ജയ് ലെൻസ്ഫെഡ്. ബഹുമാന്യനായ കോഴിക്കോടിൻ്റെ അഭിമാനമായ PV ചന്ദ്രേട്ടൻ, ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടി, ഹാപ്പി ഫുഡ് പ്രോഡക്ട്സിൻ്റെ ഫൗണ്ടറും CEOയുമായ സ്നേഹിതൻ M ഖാലിദ്, കാപ്കോൺ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ചെയർമാൻ, ലാൻഡ്മാർക്കിൻ്റെ ഡയറക്ടർ ചെറുപ്പക്കാരനായ മിസ്റ്റർ അൻവർ സാദത്ത്, നമുക്ക് സ്വാഗതം ആശിച്ച രമേശ്, പ്രിയങ്കരായ സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, സഹോദരികളെ, നാട്ടുകാരെ, വാണിജ്യരംഗത്തെ മാറുന്ന സാങ്കേതികത എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. നിർമ്മാണ രംഗത്ത് എന്ന് മാത്രമല്ല, ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സാങ്കേതിക വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ബോധവൽക്കരണം നടത്തേണ്ട ആവശ്യമില്ല. വാണിജ്യരംഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, കേവലം 1995 ഒരു പുസ്തകശാല ഓൺലൈനായി തുടങ്ങിയ ആമസോൺ എന്ന ഓൺലൈൻ കമ്പനി ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്കേവർക്കും അറിയാവുന്നതാണ്. കേവലം ഒരു റൂം പോലും, ഒരു സ്റ്റോർ റൂം പോലും ലോകത്തെവിടെയുമില്ലാത്ത ഫ്ലിപ്കാർട്ട് പോലുള്ള ഓൺലൈൻ കമ്പനികൾ ഇത്ര വലിയ ബിസിനസ് സാമ്രാജ്യം എങ്ങനെയാണ് സംഘടിപ്പിച്ചത് എന്ന് നമുക്കറിയാം. ഓൺലൈൻ ബിസിനസ്സിൻ്റെ സാധ്യതകൾ വർദ്ധിച്ചു വരികയും ചെറുകിട കച്ചവടക്കാർ പോലും അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഏറ്റവും വലിയ മാറ്റമെന്നത് സാമ്പത്തിക രംഗത്താണ്. ഇന്ന് ക്യാഷ്ലെസ് ആയിക്കൊണ്ട് ഒരു രൂപ പോലും കയ്യിലില്ലാതെ കേവലം ഒരു മൊബൈൽ ഫോൺ മാത്രമുണ്ടായാൽ നമുക്ക് ലോകത്തെവിടെയും എന്തും പർച്ചേസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് സാമ്പത്തിക രംഗം വളർത്തിക്കൊണ്ടുവന്നത് ഈ ഓൺലൈനാണ്, ഈ സാങ്കേതികതയാണ്. അതുകൊണ്ട് തന്നെയാണ് ബിസിനസ് രംഗത്ത് ഇന്ന് ഉന്നതങ്ങളിലേക്ക് എത്തിത്തുന്ന രീതിയിലേക്ക് സാങ്കേതികതയുടെ ഇൻഫ്ലുവൻസ് ഏറ്റവും കൂടുതലായി വന്നതും അതുകൊണ്ട് തന്നെയാണ്. ആ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് നമ്മുടെ കച്ചവടങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ വാണിജ്യം വ്യവസായങ്ങളെക്കുറിച്ചുമൊക്കെ അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് പരിശോധിക്കുക എന്നുള്ളതാണ് ലെൻസ്ഫെഡ് ഇന്ന് ഈ വിഷയം കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചത്. പണ്ടൊക്കെയാണെങ്കിൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ശരിക്കും മാർക്കറ്റിങ്ങിന് വേണ്ടി അതിൻ്റെ പ്രൊഫഷണൽസ് വീട് വീടാന്തരമോ ലോകം മുഴുവനോ കറങ്ങി നടന്നുകൊണ്ട് പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്തേണ്ട കാലഘട്ടമുണ്ടായിരുന്നു. മാറ്റങ്ങൾ അതിതീവ്രമായി കൊണ്ടാണ് വന്നത്. ഇന്ന് കേവലം സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് ഏത് ചെറിയ കാര്യങ്ങളെക്കുറിച്ചും പരസ്യം ചെയ്യാൻ സൗകര്യപ്പെടുന്ന രീതിയിലേക്ക് സാങ്കേതികത വളർന്നു. മാത്രമല്ല, നിങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ അഭിരുചിയെക്കുറിച്ച്, നിങ്ങളുടെ നിറത്തിനെക്കുറിച്ച്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണത്തെക്കുറിച്ച് വളരെ വ്യക്തമായി അവർക്ക് കിട്ടത്തക്ക രീതിയിൽ, കച്ചവട സ്ഥാപനങ്ങൾക്ക് കിട്ടത്തക്ക രീതിയിലേക്ക് ഡാറ്റ കളക്ഷൻ വളർന്നു വന്നു. ആ ഒരു സാഹചര്യത്തിലാണ് വാണിജ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന മഹോന്നതരായ ആളുകൾ അവരെങ്ങനെയാണ് ഈ സാങ്കേതികതയെ ഉപയോഗപ്പെടുത്തുന്നതെന്നും അവരെങ്ങനെയാണ് ഇത് കാണുന്നതെന്നും നമുക്ക് ചർച്ച ചെയ്യാനുള്ള ഒരു അവസരം ലെൻസ്ഫെഡ് എക്സ്പോയിൽ ഒരുക്കിയിരിക്കുന്നത്. അവരെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്ത്, ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാന്യനായ PV ചന്ദ്രൻ അവറുകളെ
രണ്ട് വാക്ക് സംസാരിക്കാൻ വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ്. എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പ്രസംഗിക്കാൻ വിളിക്കരുത്. ഞാൻ ഒരാശംസ മാത്രമേ ഞങ്ങൾക്ക് ആവശ്യമുള്ളൂ സർ. താങ്കളുടെ ഒരാശംസയ്ക്ക് വേണ്ടി വളരെ ആദരവോടുകൂടി താങ്കളെ ക്ഷണിക്കുകയാണ്. വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലുള്ള സുഹൃത്തുക്കളെ, എഞ്ചിനീയേഴ്സിൻ്റെ ഈ കൺവെൻഷനിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാൻ ഒരു എഞ്ചിനീയറൊന്നുമല്ല, ഞാൻ സാധാരണ ഒരാളാണ്. എങ്കിലും ഞങ്ങൾക്ക് ഒരു കമ്പനിയുണ്ട്, PVS ബിൽഡേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അതിൽ വർക്ക് ചെയ്യുന്ന 3-4 എഞ്ചിനീയേഴ്സൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എഞ്ചിനീയേഴ്സായിട്ടൊരു ബന്ധം അങ്ങനെയാണ് എനിക്കുള്ളൂ. വേറെ കൂടുതലായി എൻ്റെ ഗ്രാൻഡ് ഡോട്ടേഴ്സ് 2 ആർക്കിടെക്റ്റാണ്. 2 പെൺകുട്ടികൾ മക്കളാണ്. അവർ 2 ആർക്കിടെക്റ്റാണ്. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം കൂടി ഉണ്ട് എഞ്ചിനീയേഴ്സായിട്ട്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എഞ്ചിനീയേഴ്സിൻ്റെ കയ്യിലാണ് നമ്മളെ ബിൽഡിങ്ങൊക്കെ കിടക്കുന്നത്. അവരത് ലൂസായി കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങൊക്കെ അപകടങ്ങളൊക്കെ വരാൻ വഴിയുണ്ട്. അത് വളരെ ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ക്വാളിറ്റിയിൽ ഒരു കുറവും വരുത്താൻ പാടില്ല. അത് നിങ്ങളത് ചെയ്യുന്നത് ഞാൻ പറയുന്നില്ല. അപ്പം കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഏതായാലും വളരെ സന്തോഷമുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ. ഈ ഫംഗ്ഷന് എല്ലാ ആശംസകളും നേരുന്നു. അത് നന്നായി നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മോട് സംസാരിക്കുന്നത് ബഹുമാനായ കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടി. ബഹുമാനനായ സ്വാഗത പ്രാസംഗികൻ, പ്രിയ സുഹൃത്ത്, നമ്മുടെ ഇന്നത്തെ മോഡറേറ്ററായിട്ടുള്ള എഞ്ചിനീയർ മുഹമ്മദ് കോയക്ക, ആരാധനായ കോഴിക്കോടിൻ്റെ എല്ലാമെല്ലാമായ PV ചന്ദ്രേട്ടൻ, ലാൻഡ്മാർക്കിൻ്റെയും ക്യാപ്കോണിൻ്റെയും അധിപൻ പ്രിയ സുഹൃത്ത് അൻവർ, ഹാപ്പി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് CEO ഖാലിദ് ഖാൻ, പ്രിയ പാർട്ടിസിപ്പൻസ്, ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹൗ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ബെനിഫിറ്റ്സ് ഇൻ ദ ബിസിനസ് എന്നാണ്. ബേസിക്കലി ഞാനൊരു ടെക്കിയല്ല, ടെക്നോളജി ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളല്ല, ഒരു കൊമേഴ്സ് ഗ്രാജുവേറ്റാണ്. പരിമിതികൾ ധാരാളമുണ്ട്. എന്നാലും അനുഭവം ഷെയർ ചെയ്യായിരിക്കും ഏറ്റവും ബെറ്റർ. ഒരു വാണിജ്യ സംഘടന ഭാരവാഹി എന്നുള്ളവർക്ക് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഒരു വാണിജ്യ സംഘടനയുടെ നേതൃത്വത്തിലുള്ള കുറേ കാലമായിട്ടുള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരുപാട് ചെറുകിട കച്ചവടക്കാർ ഞങ്ങളെ സമീപിക്കാറുണ്ട്. ഇപ്പോഴൊരു 2-3 വർഷം മുമ്പ്, ഈ അടുത്ത കാലത്തും എന്താണ് അവർ പറയുക, തൊട്ടടുത്ത് ഹൈപ്പർ മാർക്കറ്റ് വന്നു, ഓൺലൈൻ ബിസിനസ് വരുന്നുണ്ട്, അതേപോലെ തന്നെ യൂബർ വരുന്നുണ്ട്, ഇതിന് നിങ്ങൾ ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തണം, ഇത് ഞങ്ങളെപ്പോലുള്ള ചെറുകിട കച്ചവടക്കാരെ നല്ലവണ്ണം ബാധിക്കുന്നുണ്ട് എന്നാണ്. നമ്മൾ അനുഭവത്തിലൂടെ പറയുകയാണെങ്കിൽ കാലഘട്ടത്തിനനുസരിച്ച് പോവുകയാണ് ഏറ്റവും ബെറ്റർ. ഇതൊരിക്കലും നമുക്ക് തടുക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു സംഘടനാ ഭാരവാഹി എന്നുള്ളവർക്ക് എൻ്റെ ഭാഗത്തുള്ള നിർദ്ദേശം എന്താ വെച്ചാൽ, ചെറുകിട കച്ചവടക്കാരാണെങ്കിലും ഇടത്തരം കച്ചവടക്കാരാണെങ്കിലും വൻകിട കച്ചവടക്കാരാണ്. വൻകിട കച്ചവടക്കാരെന്ന് പറഞ്ഞാൽ അവർ വളർന്നു കഴിഞ്ഞു. പ്രശ്നം നേരിടുന്നത് ഇടത്തരക്കാരും ചെറുകിട കച്ചവടക്കാരും. ഇവർക്ക് ഒരു മാർഗ്ഗമേ ഉള്ളൂ, ഇവർ അപ്ഗ്രേഡ് ചെയ്യുക, ഡിജിറ്റലി അപ്ഗ്രേഡ് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനൊരു പ്ലൈവുഡ് ബിസിനസ്സുള്ള ആളാണ്. പ്ലൈവുഡ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഒരു പരമ്പരാഗത ബിസിനസ്സാണ്. പ്ലൈവുഡിലെ ബിസിനസ് കസ്റ്റമേഴ്സ് ആരാണ്? വർഷങ്ങളായിട്ട് ഒരാൾ വാങ്ങുന്നു, അയാളെ റെഫറൻസിൽ വേറെ വരുന്നു, അല്ലെങ്കിൽ എൻ്റെ കോണ്ടാക്ട്സിലുള്ള ആൾക്കാർ വരുന്നു. പക്ഷേ ഇത് ഡെവലപ്പ് ചെയ്യാൻ എന്താ മാർഗം? അവിടെയാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെയും ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ്റെയും പ്രസക്തി ഉദിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ
SEO സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ വെബ്സൈറ്റിൽ നമ്മൾ നല്ലൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിൽ നമ്മൾ ഓരോ പ്രോഡക്റ്റുകളും ആ വെബ്സൈറ്റിൽ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു കസ്റ്റമർക്ക് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് വരും, എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ. അതേപോലെ ഇപ്പോൾ ഇപ്പോൾ അടുത്തുണ്ടായിട്ടുള്ള ഫേസ്ബുക്കുകൾ, മെറ്റ AI, ഇൻസ്റ്റ, ചുരുക്കി പറഞ്ഞാൽ ഓൺലൈൻ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ബിസിനസ്സിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാത്തിടത്തോളം കാലം ഇനി നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, മാൻ പവർ, അതേപോലെ തന്നെ നമ്മുടെ ഫാസ്റ്റ്നെസ്, അതായത് നമ്മുടെ മാർക്കറ്റിങ്ങിലുള്ള ചടുലത, ഇതൊക്കെ വർദ്ധിപ്പിക്കാൻ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അനിവാര്യതയാണ്. ഇത് എൻ്റെ ഒരു അനുഭവങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ ഞാനും ഡൈവേർട്ട് ചെയ്ത് കഴിഞ്ഞു. ട്രഡീഷണൽ ബിസിനസ്സിലെ പ്ലൈവുഡ് ബിസിനസ്സിലെ ഞാൻ ഡിജിറ്റലിലേക്ക് മാറിക്കഴിഞ്ഞു. അതിൻ്റെ ബെനിഫിറ്റ് ചെറുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പുതിയ മേഖലകൾ കണ്ടെത്തുമ്പോൾ ഡിജിറ്റൽ കണക്റ്റഡ് ആയിട്ടുള്ള എലിമെൻസുള്ള ബിസിനസ്സിനെ ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഒരു പരമ്പരാഗത ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം സാധനം സപ്ലൈ ചെയ്യുന്നു, പലതും ക്രെഡിറ്റ് ആയിരിക്കും, ഇതൊന്നും നമുക്ക് തടുത്തു നിർത്താൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളെ ചില മറ്റ് പ്രോഡക്റ്റുള്ള ബിസിനസ്സും ഓൺലൈനിൽ കൂടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഓൺലൈനിൽ കൂടെ എന്ന് പറഞ്ഞാൽ ക്യാഷ് ആൻഡ് ക്യാരിയാണ്. അതിലേക്ക് നമ്മൾ മാറില്ലാതെ ഒരു നിവൃത്തിയില്ല. എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നമ്മൾ നമ്മൾ പരമ്പരാഗതമായിട്ട് പറയുകയാണെങ്കിൽ അച്ഛനും അമ്മമാരും ഒക്കെ പറയുന്നത് എന്താ വെച്ചാൽ നല്ല ഹാർഡ് വർക്ക് ചെയ്യണം. സംഭവം സ്വാഭാവികം ശരി, ഹാർഡ് വർക്ക് തന്നെയാണ് ഒരു ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് പ്രധാനം. പക്ഷെ ഇപ്പോൾ ഹാർഡ് വർക്കിന് ചെറുതായിട്ടൊന്ന് മാറി, ഇപ്പോൾ സ്മാർട്ട് വർക്കാണ്. ഹാർഡ് വർക്ക് ഉണ്ടായത് മാത്രം കാര്യമില്ല. എല്ലാവരും പറയും, നമ്മൾ പറയും ഹാർഡ് വർക്ക് എന്ന് പറയുമ്പോൾ അത് ഇന്നത്തെ കാലത്ത് ഹാർഡ് വർക്കിനേക്കാൾ അപ്പുറം സ്മാർട്ട് വർക്കാണ്. ആ സ്മാർട്ട് വർക്കിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ. അതിൻ്റെ മോഡേൺ രൂപമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. എന്തായാലും ഫ്യൂച്ചറിൽ നമ്മളെ മാർക്കറ്റേഴ്സ്, അതായത് നമ്മൾ പ്രൊഫഷണൽ മാർക്കറ്റിങ്ങിനെ ഏൽപ്പിക്കുന്നവരുടെ ജോലി ഒരു 95% ഈ AI ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ ഏറ്റെടുക്കും. ഡെഫിനറ്റാണ്. ഇപ്പോൾ ഞാൻ കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തതിന് ശേഷം ഞങ്ങളെ ഇൻസ്റ്റലേഷൻ സെറിമണി, സ്ഥാനാരോഹണ ചടങ്ങിന് ഞാൻ പ്രഖ്യാപിച്ചൊരു കാര്യം, കാലിക്കറ്റ് ചേംബർ നടത്താൻ പോകുന്ന ഒന്ന് AI ഇൻ്റഗ്രേറ്റഡ് ബിസിനസ് പ്രോഗ്രാം. എങ്ങനെ ചെറുകിടക്കാർക്കും ഇടത്തരക്കാർക്കും അവരുടെ ബിസിനസ് അഭിവൃദ്ധിപ്പെടുത്തുക. നമ്മളെല്ലാവരും പ്രശ്നക്കാരാണ്, നമ്മൾ കാണുന്ന പോലെയല്ല. ഈ വൈറ്റ് കോളർ കൾച്ചറല്ല, ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. ഇതിനെ എങ്ങനെ പരിഹരിക്കാം എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി എളുപ്പത്തിലൂടെ അത് വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ എന്താ പറയുക 5 വർഷം ചെയ്യേണ്ട ഒരു വർക്ക് എങ്ങനെ നമുക്ക് ഒരു മണിക്കൂറുകൾ കൊണ്ട് ചെയ്യാം, അതാണ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ. ഒറ്റ ഉദാഹരണം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. നമ്മൾ പാൻഡമിക് കോവിഡ്-19 സമയത്താണ് നമ്മൾ ഓൺലൈൻ്റെ പ്രസക്തി ഏറ്റവും മനസ്സിലാക്കിയത്. അതൊരു ഫാക്റ്റാണ്. അതുവരെ ഓൺലൈൻ കുറച്ച് ആൾക്കാർ ഫ്ലിപ്കാർട്ടിൽ ആമസോണിൽ സാധനം വാങ്ങുന്നൊന്നല്ലാതെ ഓൺലൈൻ്റെ പ്രസക്തി അവിടെ നമുക്ക് മനസ്സിലായത്. നേരത്തെ മുഹമ്മദ് പറഞ്ഞ പോലെ ആമസോൺ, അതേ ഇപ്പോൾ പ്യൂമ സ്വന്തമായിട്ട് മാനുഫാക്ചറിങ് കമ്പനി ഇല്ല, ഓയോ റൂംസ് സ്വന്തമായിട്ട് ഹോട്ടൽസ് ഇല്ല. ഇതൊരു ടെക്കി നോളജാണ്. അവർ എങ്ങനെ ഈ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ ഫലപ്രദമായി നടപ്പിലാക്കുന്നു, അവരുടെ ഐഡിയ ഏറ്റവും എളുപ്പത്തിൽ ഈ ഡിജിറ്റലിലൂടെ എങ്ങനെ നടപ്പാക്കാൻ കഴിയുന്നു, അങ്ങനെ കഴിഞ്ഞവരാണ് വിജയിച്ചുള്ളത്. ഏതായാലും ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ ഡിജിറ്റലിൻ്റെ സാധ്യത എത്രത്തോളം വർദ്ധിപ്പിക്കുന്നു അത്രത്തോളം വിജയമാണ്. ഇനിയിപ്പോൾ നമ്മൾ ചാരിറ്റിയുടെ കേസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ പലപ്പോഴും നമ്മൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്, ചെറിയ കുട്ടികൾക്ക് അസുഖം വന്നു 16 കോടിയുടെ ചിലവുണ്ട്. ഇത് ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ 16 കോടി കളക്ട് ചെയ്തു. ഇപ്പോൾ സൗദിയിൽ ഒരാളെ വധശിക്ഷയ്ക്ക് വിധിച്ച ആൾക്ക് ഫണ്ട് കിട്ടാൻ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ കഴിഞ്ഞു. ഇതൊക്കെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഇത് നമുക്ക് ഒഴിവാക്കാം. നമ്മുടെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിലും പുതിയ തലമുറക്കും ഇനി വരാനിരിക്കുന്ന തലമുറക്കും ചെറുതും വലുതുമായിട്ടുള്ള, ഇപ്പോൾ ചന്ദ്രേട്ടനെ പോലുള്ള വൻകിട ബിസിനസ്സുകാർക്കും കാലത്തുകാരും അവർക്കത് യൂസ് ചെയ്യുന്നുണ്ട്. അവർക്ക് പുതിയ ബ്രാഞ്ചുകൾ ഏറ്റവും സിസ്റ്റമാറ്റിക്കായി ചെയ്യാൻ, ഓട്ടോമേഷൻ ചെയ്യാൻ
എല്ലാം ഈ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനിലേ കഴിയുള്ളൂ. അതുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ്. നമ്മൾ എന്നാ പറയുന്നത്, ഞാനൊരു ചെറുകിട ബിസിനസ്സുകാരനാണ്. നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ അതേ മാർഗമുള്ളൂ. നമ്മൾ വെറുതെ ഗവൺമെൻറ് ഒന്ന് കുറ്റം പറഞ്ഞ് യാതൊരു കാര്യമില്ല. നമ്മൾ സ്വയം അപ്ഗ്രേഡ് ചെയ്യുക. ഇപ്പോൾ ഹൈലൈറ്റ്സ് മാളിലൊക്കെ കുറേ പയ്യന്മാരുണ്ട്, നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. വളരെ സ്മാർട്ടാണ്. നമ്മൾ കാലിക്കറ്റ് ചാമ്പറിലെ മെമ്പർമാരുടെ മക്കൾ, അവരെ കാണുമ്പോൾ നമുക്ക് അഭിമാനമാണ്. അവരൊക്കെ ഫാസ്റ്റ്നെസ് കാണുമ്പോൾ നമുക്ക് അഭിമാനമാണ്. അപ്പോൾ കഴിവും സ്മാർട്ട്നെസ്സും ഈ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന ആർക്കാണോ അവർക്ക് ഈ ലോകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ലെൻസ്ഫെഡിൻ്റെ ഈ പരിപാടിയിൽ ക്ഷണിച്ച ലെൻസ്ഫെഡിൻ്റെ ഭാരവാഹികൾക്ക് എൻ്റെ ഹൃദയം പറഞ്ഞ സ്നേഹാദരങ്ങൾ അറിയിക്കുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു അബ്ദുള്ളക്കുട്ടി. വിഷയത്തോട് വളരെയധികം നീതി പുലർത്തി സംസാരിച്ച താങ്കൾക്ക് നന്ദി. അടുത്തതായി നമ്മൾ സംവദിക്കുന്നത് ഖാലിദ് കെ ആണ്. ഹാപ്പി ഫുഡ് പ്രൊഡക്ട്സിൻ്റെ MD എം ഖാലിദ് സാഹിബ്. ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പെട്ടെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഇന്നത്തെ ഈ വിഷയത്തെപ്പറ്റി കൂടുതലായിട്ടൊന്നും സ്റ്റഡി ചെയ്യാതാണ് വന്നിരിക്കുന്നത്. ഇന്നിവിടെ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ഇന്നത്തെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനാണ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അതിവിടെ നമ്മുടെ മോഡറേറ്ററും അതേപോലെ അബ്ദുള്ളക്കുട്ടിയൊക്കെ പറഞ്ഞ മാതിരി നമ്മളെല്ലാവരും ഇപ്പം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പം അടുത്ത കാലത്തായിട്ട് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനിൽ കൂടി വന്നിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ ഇപ്പോൾ നമ്മളെ ജീവിതത്തിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമല്ല ഒരു മൊബൈൽ ഫോൺ. ഇതിൻ്റെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിൽ കൂടുതലായിട്ടുള്ള നമ്മളെ വ്യവസായ ഉന്നതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം നമ്മൾ നടത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഈ രംഗത്ത് ഇനിയും ധാരാളം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. ഇനിയും ആ രീതിയിലേക്കുള്ള ശ്രമങ്ങൾ നടത്തി ജനങ്ങളുടെ ഇന്നുണ്ടാവുന്ന പ്രയാസങ്ങൾ അകറ്റാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഗവൺമെൻറ്റിലേക്ക് കൊടുത്ത് അതിന് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തനത്തിന് ആക്കം കൂട്ടാൻ ഇതേപോലെയുള്ള എക്സിബിഷനിലും ട്രേഡ് ഫെയറിനുമൊക്കെ സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ലെൻസ്ഫെഡിൻ്റെ പ്രവർത്തനത്തിന് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് എനിക്ക് ഈ അവസരം നൽകിയതിന് ഇതിൻ്റെ ഭാരവാഹികളോട് പ്രത്യേകം നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കഴിഞ്ഞ 25 വർഷമായി കേരളത്തിലെ കെട്ടിട നിർമ്മാണ രംഗത്ത് കെട്ടിട നിർമ്മാണ നിയമത്തിൽ വളരെ പ്രായോഗികമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ. പൊതുസമൂഹം അത് തിരിച്ചറിഞ്ഞു എന്നറിഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. മെട്രോ ഫുഡ് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം നേടിയ വ്യക്തിത്വമാണ്. ഇന്നലെ 2-3 ദിവസമായിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ പുരസ്കാരം സ്വീകരിച്ച് അദ്ദേഹം വന്നത്. അദ്ദേഹത്തിന് നമുക്ക് എം ഖാലിദിന് ഒരു നിറഞ്ഞ കയ്യടി കൊടുക്കാവുന്നതാണ്. അടുത്തതായി നമ്മോട് സംസാരിക്കുന്നത് ബഹുമാന്യനായ അൻവർ സാദത്ത് അവറുകളാണ്. അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ചന്ദ്രേട്ടൻ, ഖാലിദിക്ക, മുഹമ്മദ് കോയക്ക, ചേംബർ, എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ്. വളരെ സന്തോഷം. ലെൻസ്ഫെഡിൻ്റെ ഈ വേദിയിലിരിക്കുമ്പോൾ 20 വർഷം മുമ്പ് ഞാനും എൻ്റെ കരിയർ തുടങ്ങുമ്പോൾ എൻജിനീയറും സൂപ്പർവൈസറും ഒക്കെ ആയി ലെൻസ്ഫെഡിലൊക്കെ മെമ്പറായിരുന്നു. അപ്പോൾ ഈ ഒരു വേദിയിൽ പ്രത്യേകിച്ച് ഇന്നത്തെ ടോപ്പിക്ക് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ. അപ്പം ഖാലിദിക്കം, അബ്ദുള്ളക്കുട്ടി അവരെല്ലാവരും തന്നെ അവരുടേതായ മേഖലകളിലുള്ള ഡിജിറ്റൽ കാര്യങ്ങൾ പറയുകയും അതോടൊപ്പം ഖാലിദിക്ക എടുത്തു പറഞ്ഞൊരു വേദനം എന്ന് പറഞ്ഞാൽ ലെൻസ്ഫെഡിൻ്റെ ഒക്കെ വളരെ വലിയ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് നമുക്ക് ബിൽഡിംഗ് റോളിലും
സോഫ്റ്റ്വെയറിലൊക്കെ നമുക്ക് കാര്യങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് ഡിജിറ്റലി ചെയ്യാൻ കഴിയുന്നത്. അപ്പം എന്നും ഞങ്ങൾ ബിൽഡേഴ്സ് ഇൻഡസ്ട്രിയിൽ ലെൻസ്ഫോർഡിനോട് കടപ്പെടുന്നത് റൂളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്. അത് ഏറ്റവും ഫ്ലെക്സിബിളാക്കാൻ എന്നും അന്നും ഇന്നും ഇനി വരാൻ പോകുന്ന ചേഞ്ചസിൽ പോലും ഞാൻ അറിഞ്ഞത് ലെൻസ്ഫോർഡിൻ്റെ നിർദ്ദേശങ്ങളാണെന്നുള്ളതാണ്. അപ്പോൾ വളരെ സന്തോഷം, കൺഗ്രാജുലേഷൻസ്. അപ്പോൾ നമ്മൾ ഈ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനിൽ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ മാറ്റങ്ങൾ പറയുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമുക്കറിയാം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നാണ് താജ്മഹൽ. താജ്മഹൽ 20-ലധികം വർഷങ്ങളും നീണ്ട 20-ലധികം വർഷങ്ങളും 20,000-ഓളം തൊഴിലാളികളും ചേർന്ന് മനോഹരമായി പണിത ലോകത്തൊരു അത്ഭുതം. പക്ഷേ നമ്മൾ പെന്നുകൊണ്ട് വരച്ചു, ബട്ടർ പേപ്പറിൽ പ്രിൻ്റ് എടുത്തു, ദെൻ ഓട്ടോകാഡിലേക്ക് ചേഞ്ചായി, പ്രിൻറ്റിങ്ങിലേക്ക് വന്നു. പക്ഷേ ഞങ്ങളൊക്കെ കണ്ടെത്തില്ല, എൻ്റെയൊക്കെ ഒരു പ്രഡിക്ഷൻ, ഈ ഒരു താജ്മഹൽ ഒരു പക്ഷേ അതിനേക്കാൾ മനോഹരമായ ബിൽഡിങ് വിത്തിൻ ഫ്യൂ മന്ത്സ് കൊണ്ട് കൺസ്ട്രക്റ്റ് ചെയ്യാൻ കഴിയും. അതാണ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ. വരാൻ പോകുന്ന AI ടെക്നോളജീസും റോബോട്ടിക്സും ഇന്ന് എനിക്കറിയാം, ഞാൻ കഴിഞ്ഞ 25 വർഷങ്ങളായിട്ട് കേരളത്തിൽ വിവിധ ജില്ലകളിൽ 100-ലധികം റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ പദ്ധതികൾ വളരെ വിജയകരമായി പൂർത്തീകരിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ 2000-ലധികം ലേബേഴ്സും 500-ലധികം എൻജിനീയേഴ്സ്, ആർക്കിടെക്ട്സ്, അക്കൗണ്ട്സ്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് പ്രൊഫഷണൽസ് നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷേ കഴിഞ്ഞ ഇത്ര വർഷം കൊണ്ടെടുത്ത ഈ ഒരു അച്ചീവ്മെൻറ്റ്, ഇത്രയധികം മാൻ പവർ കൊണ്ടുകൊണ്ട് ചെയ്ത കാര്യങ്ങൾ വേണമെങ്കിൽ അടുത്ത ഒരു 3 വർഷം കൊണ്ട് ഡിജിറ്റലി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, ഡിജിറ്റൽ എക്യുപ്മെൻറ്റുകളും സോഫ്റ്റ്വെയറുകളും അതിൻ്റെ അഡ്വാൻറ്റേജും ഫുൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അതാണ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ. കാരണം ലോകം അതിവേഗം വളരുമ്പോൾ നമ്മളെ നാടൊക്കെ ആ രീതിയിൽ വളരണം. കാരണം ഞാൻ ഇന്നലെ വിയറ്റ്നാമിലായിരുന്നു. നമ്മളൊരു കേസ് സ്റ്റഡീസിൻ്റെ ഭാഗമായി ട്രിപ്പിൻ്റെ ഭാഗമായിട്ടൊക്കെ പോയി യാത്ര ചെയ്തിരുന്നത് ഒരു ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഏതാണ്ട് 7.9 കിലോമീറ്റർ ലെങ്ത്തുള്ള നോൺ സ്റ്റോപ്പ് കേബിൾ കാറാണ്. അതിൻ്റെ ഒരു പില്ലറിൻ്റെ ഹൈറ്റ് എറൗണ്ട് 200 മീറ്ററാണ് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഒരു കോളത്തിൻ്റെ ഹൈറ്റ്. അതിൻ്റെ സ്പാന് ഒരു കേബിൾ ടു കേബിൾ എറൗണ്ട് 500 മീറ്റർ 300 മീറ്ററൊക്കെ സ്പാനിലാണ് ആ കോളം പ്ലേസ് ചെയ്തത്. ഞാൻ ഇതിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഇത് ടെക്നോളജി ഇന്ന് വന്നു, പക്ഷേ ഇത് കഴിഞ്ഞൊരു വർഷങ്ങൾ മുമ്പ് ചെയ്തു. താജ്മഹൽ ആ വർഷങ്ങൾ ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് മേപ്പാടി തുരങ്കപാത പണിയാൻ പോകുന്നുണ്ട്. പഴയ ടെക്നോളജി ആണെങ്കിൽ എത്രയോ വർഷങ്ങൾ വേണ്ടി വരുന്നു. പക്ഷേ പുതിയ ടെക്നോളജിയിൽ ഡിജിറ്റലി വേണമെങ്കിൽ അത് ഒരു 12 മാസം കൊണ്ട് അവർക്ക് തീർക്കാവുന്ന വർക്കാണ്. ഇതാണ് കാലഘട്ടം. ഒരു പക്ഷേ ഒരു 10, 25, 50 ലക്ഷം സ്ക്വയർ ഫീറ്റ് വരുന്ന ഇനി വരാൻ പോകുന്നൊരു ടൗൺഷിപ്പ് പണിയാൻ ആയിരക്കണക്കിന് ലേബേഴ്സിൻ്റെ ആവശ്യമില്ല. എൻജിനീയേഴ്സിൻ്റെ എണ്ണം കുറയും, മാൻ പവറിൻ്റെ എണ്ണം കുറയും. പക്ഷേ തൊഴിലാളികളെ പിരിച്ചുവിടുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് സൈറ്റിൽ ഒരു പക്ഷേ ഇന്ന് യൂസ് ചെയ്യുന്ന മാൻ പവറിൻ്റെ 10% ലേബേഴ്സും എൻജിനീയേഴ്സും മതി. ഒരു പക്ഷേ ഇന്ന് ചെയ്യുന്നതിൻ്റെ 10 ടൈംസ് വർക്കുകൾ ചെയ്യാൻ ലേബേഴ്സ് സൈറ്റിലുണ്ടാവില്ല, മെഷീനറീസ് സൈറ്റിലുണ്ടാവില്ല. റോബോട്ടിക്സിൽ ഏറ്റവും മനോഹരമായിട്ട് ബിൽഡിങ്ങുകൾ, കാരണം അറിയാം, ഞാൻ എൻ്റെ ഫാദർ കോൺട്രാക്ടറായിരുന്നു. നമുക്കറിയാം നമ്മളൊക്കെ നേരിടുന്ന ലേബേഴ്സിൻ്റെ സ്കില്ലാണ് നമുക്ക് പ്രശ്നം. ഒരു പക്ഷേ നമുക്ക് എൻജിനീയേഴ്സിനുള്ള വലിയ ക്ഷാമം, നല്ല മേസരിമാരെ നമുക്ക് കിട്ടാനില്ല. നല്ല യഥാർത്ഥത്തിൽ മേസൻട്രി അറിയുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരു റബിൾ മേസൻട്രി ആളുകൾ ഇന്നില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പം നമ്മളിപ്പം വലിയ റിട്ടേൺ വാളുകളൊക്കെ ഒഴിവാക്കി വേഗം RCC വാളിലേക്ക് മാറാൻ കാരണം ആ ഒരു സ്കിൽഡ് ലേബേഴ്സ് നമുക്ക് അവൈലബിൾ അല്ല. പക്ഷേ ഞാൻ ഇതിൽ കുറച്ച് പ്രീകാസ്റ്റ് ഫാക്ടറികളൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ റോബോട്ടിക്സ് മാനുഫാക്ചറിങ്, സ്റ്റീൽ ലേയിങ്ങും ടൈയിങ്ങും അതിൻ്റെ കോൺക്രീറ്റിൻ്റെ ലെവലിങ്ങും അതിൻ്റെ മെഷർമെൻറ്റും എല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് 1% പോലും എറർ ഇല്ലാതെ നമ്മൾ എന്താണോ ഡിസൈൻ ചെയ്ത് CAD ഡ്രോയിങ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ബിൽഡിംഗ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം 3D പ്രിൻറ്റിങ്ങിൻ്റെ കാലഘട്ടമാണ്. ഞാൻ നീട്ടി പറയുന്നില്ല. ഡിജിറ്റലി
കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അതും എൻജിനീയേഴ്സിനോട് സംവദിക്കുമ്പോൾ നമുക്ക് ഏറ്റവും വളരെ ത്രില്ലാണ്. പക്ഷേ അത് ഈ ഒരു വേദി അത് യോജിക്കാത്തതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ലെൻസ്ഫെഡിൻ്റെ വേറൊരു സെഷനിൽ നമുക്ക് ഒരുപാട് കഥകളും നമ്മുടെ എൻജിനീയേഴ്സിനുള്ള ഈ ടെക്നോളജി ട്രാൻസ്ഫോർമേഷൻ്റെ, കാരണം ഞാൻ ലോകത്ത് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഏതാണ്ട് 40-40 രാജ്യങ്ങൾ യാത്ര ചെയ്തു. നൂറുകണക്കിന് പുതിയ പുതിയ കൺസൾട്ടൻസുമായിട്ട് കഴിഞ്ഞ ആഴ്ച ഒരു സിംഗപ്പൂരിലൊരു കൺസൾട്ടൻ്റായിട്ടൊരു മീറ്റിംഗ് നടത്തിയപ്പോഴാണ്, കാരണം ഞങ്ങൾ പുതിയ ടൗൺഷിപ്പ് പണിയാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൽ പിന്നെ കുറച്ച് ഇന്നോവേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ, കാരണം നമുക്കറിയാലോ നമുക്ക് നോളജ് കുറവാണെങ്കിലും ലോകത്ത് വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത എൻജിനീയേഴ്സും ആർക്കിടെക്ട്സും ഇന്ന് സിംഗപ്പൂർ ബേസായിട്ട് അല്ലെങ്കിൽ ചൈന ബേസ്ഡായിട്ടൊക്കെ കാര്യങ്ങളുണ്ട്. ഇപ്പം നമുക്കിവിടെ വളരെ മനോഹരമായിട്ട് നമ്മളെ നാട്ടിലെ പരിമിതികൾ വെച്ചിട്ട് നമുക്കിവിടെ ഇന്ന് ഏറ്റവും മനോഹരമായ ബിൽഡിംഗ് മെറ്റീരിയൽസും എക്സിബിഷൻസൊക്കെ നടത്തി. പക്ഷേ നമ്മളും ചൈനയും തമ്മിലൊരു പക്ഷേ ഒരു 20 years ഗ്യാപ്പ് ഉണ്ട് ടെക്നോളജി യൂസേജിൽ. ഒരു പക്ഷേ നമ്മളൊരു ആഫ്റ്റർ 10 years ഒരു എക്സിബിഷൻസും ഇത്തരം സെമിനാറുകളൊക്കെ ഈ ഒരു പ്ലാറ്റ്ഫോം ഇതായിരിക്കില്ല നടക്കുക. നമ്മളെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ വരാൻ പോകുന്ന വലിയ മാറ്റങ്ങളെല്ലാം ഉണ്ട്, ഞാൻ നീട്ടി പറയുന്നില്ല. അപ്പം ഇതാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്ന ലോകം, അതിവേഗം മാറാണ്. നമ്മൾ ഓരോരുത്തരും ഡിജിറ്റലി എത്ര ഫാസ്റ്റായിട്ട് അത് ആ നോളജ്, കാരണം ഞാൻ ഓട്ടോകാഡ് പഠിച്ചിട്ടുണ്ട്, 3D Max പഠിച്ചിട്ടുണ്ട്, റെൻഡറിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് പണ്ട് കാലത്ത്. പക്ഷേ ഇന്ന് ബിൽഡിങ്ങിൻ്റെ 3D മോഡൽസും ആനിമേഷൻസും എൻ്റെ ഓഫീസിൽ ഇപ്പോൾ ഒരു 10-25 പേര് ആ ഒരു സെക്ഷൻ മാനേജ് ചെയ്യുന്നുണ്ട്. എനിക്ക് തന്നെ ഇപ്പം അത്ര അങ്ങോട്ട് പിടുത്തം കിട്ടുന്നില്ല. അവർ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ, പുതിയ പുതിയ എൻജിനീയേഴ്സും ആർക്കിടെക്ട്സും ഏതാണ്ട് 10-ലധികം സോഫ്റ്റ്വെയർസുകൾ, ഇപ്പോൾ നമുക്ക് പോലും അറിയാത്ത സോഫ്റ്റ്വെയർസിലാണ് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ അതിന് ട്രെയിനിങ് എടുക്കുന്നത് UK സിംഗപ്പൂരൊക്കെ ഉള്ള യൂണിവേഴ്സിറ്റികളും ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ആയിട്ട് ടൈപ്പായിട്ട് ഓൺലൈനിൽ ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ന് കോഴിക്കോടോ അല്ലെങ്കിൽ കേരളത്തിലോ കോഴ്സ് ഇല്ലെങ്കിലും ആ കോഴ്സ് പഠിക്കാൻ ഇന്ന് ഓൺലൈനിൽ കൂടി ഡിജിറ്റലി ലോകത്ത് എവിടെ നിന്നും പഠിച്ചെടുക്കാൻ പറ്റുന്ന അത്ര ഫാസ്റ്റാണ്. നമ്മളെ പുതിയ പിള്ളേരൊക്കെ നമ്മളെക്കാൾ ഡിസൈനിലും എല്ലാത്തിലൊക്കെ 10 times ബിഗറാണ് അവരെ മൈൻഡ് സെറ്റ്. അപ്പോൾ നമ്മൾ ആ ലെവലിലേക്ക് നമ്മൾ മാറി, നമ്മൾ സ്വയം മാറുക, അതുപോലത്തെ ആളുകളെ നമ്മളെ ടീമിലേക്ക് എടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബിൽഡിംഗ് ഇൻഡസ്ട്രീസിലൊക്കെ പുതിയ പുതിയ ചരിത്രങ്ങൾ എന്താ പറയുക കുറഞ്ഞ സ്പാൻ ടൈം കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ വളരെ സന്തോഷം ഈ ലെൻസ്ഫെഡിൻ്റെ വേദിയിൽ ഇത്രയും നമ്മളെ കോഴിക്കോടുള്ള ബിസിനസ് പ്രമുഖന്മാരുടെ കൂടെയൊക്കെ സംവദിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ലെൻസ്ഫെഡിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു അരുൺ സാദ്. ലെൻസ്ഫെഡിന് ഏറ്റവും നന്നായി ലെൻസ്ഫെഡ് പ്രവർത്തിച്ചിരിക്കുന്ന ഒരു മേഖലയാണ് കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. ലെൻസ്ഫെഡിലുള്ള എല്ലാ മെമ്പർമാരെയും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രോഗ്രാമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള എല്ലാ സോഫ്റ്റ്വെയറും ഉപയോഗിച്ചുകൊണ്ട് അതിന് കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളുമൊക്കെ അതിൻ്റെ ഒരു സ്കൂളും തന്നെ നടക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ ഏതായാലും ഈ പരിപാടിയിൽ പങ്കെടുത്ത താങ്കൾക്ക് എൻ്റെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഇൻട്രാക്ഷൻ സെക്ഷനാണ്. എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ഇവരോട് ഒരു 5 minute നമുക്ക് സംവദിക്കാം. KK അനിൽകുമാറാണ് നമുക്ക് നന്ദി പറയാനുള്ളത്. അദ്ദേഹം അവിടെ ഉണ്ടെന്ന് തോന്നാറ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. എനിക്ക് പ്രിയപ്പെട്ട അൻവർ ഖാനോടാണ് ചോദിക്കാനുള്ളത്. അപ്പോൾ അദ്ദേഹം ഒരു സിവിൽ എഞ്ചിനീയറിംഗ് രംഗത്ത് പ്രവർത്തിച്ച് ഇന്നിപ്പോൾ ബിസിനസ്സിലും ഉയർന്ന നിലയിൽ എത്തിയിട്ടുള്ള ഒരാളാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു ജേണിയെക്കുറിച്ച് അറിയാൻ ചെറിയൊരു താല്പര്യമുണ്ട്. അപ്പം അങ്ങ് ലെൻസ്ഫെഡിൻ്റെ ഒരു മെമ്പറായിരുന്നു എന്ന് പറഞ്ഞു. നിങ്ങളുടെ ഫാദർ ഈ രംഗത്തെ ഒരു കോൺട്രാക്ടറായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ ഫീൽഡിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടാകുക. ഹ്രസ്വമായ രീതിയിൽ നിങ്ങളുടെ ആ ഒരു ജേണി ഒന്ന് വിവരിച്ചാൽ ഞങ്ങൾക്കൊരു പ്രചോദനമാകുന്നുണ്ട്. ഇതിൽ നമ്മൾ പഠിക്കേണ്ട കാലഘട്ടത്തിൽ ഞാൻ ഫാദർ കോൺട്രാക്ടറായിരുന്നു. അതുകൊണ്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് തന്നെ സൈറ്റുകളിലൊക്കെ ചെറിയ അന്നത്തെ ഇൻവോൾവ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നെ ഞാൻ സിവിൽ എഞ്ചിനീയറിംഗിലേക്ക് കടന്നപ്പം ആ ഒരു ബ്ലെസ്സിങ് ആണ്. കാരണം എൻ്റെ ഫാദർ കോൺട്രാക്ടർ ചെയ്താണ് ഞാൻ ഇന്ന് ഇത്രയും നേട്ടങ്ങളിലൊക്കെ എത്തിപ്പെടാൻ കാരണം കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. അപ്പം ആ പഠിക്കുന്നത് ആ സമയത്ത് തന്നെ നമ്മൾ ആ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഇൻവോൾവ് ചെയ്തതുകൊണ്ട് അത് നമുക്ക് എഡ്യൂക്കേഷനേക്കാളൊക്കെ കൂടുതൽ, സർട്ടിഫിക്കറ്റിനേക്കാളൊക്കെ കൂടുതൽ വലിയൊരു എക്സ്പീരിയൻസ് കിട്ടി. കാരണം എൻ്റെ ഫാദർ ഈ മേസൺ ആ ഒരു ലെവലിൽ കോൺട്രാക്ട് എടുക്കുന്ന ആളുകളായതുകൊണ്ട് പഴയ തലമുറൻ്റെ എല്ലാ കൺസ്ട്രക്ഷൻ ടെക്നിക്സും, മാനുവൽ കൺസ്ട്രക്ഷൻ ടെക്നിക്സും
എനിക്ക് പഠിക്കാൻ പറ്റി. ഇന്ന് ഭാഗ്യം കൊണ്ട് നമ്മൾ എയും എല്ലും ഒരുമിച്ച് 2 തലമുറയിലും ഒരേ സമയം വർക്ക് ചെയ്യാൻ പറ്റിയത് കൊണ്ട് ഇന്ന് എനിക്ക് നല്ല കോൺഫിഡൻസ് ആണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ പ്രോജക്റ്റ്. കാരണം നമ്മൾ നോളജ് സിറ്റിയിൽ അറൗണ്ട് 60 lakh സ്ക്വയർ ഫീറ്റ് നമ്മൾ ബിൽഡ് ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞു. 60 lakh സ്ക്വയർ ഫീറ്റ്. അപ്പം അത്തരം വലിയ പദ്ധതികളൊക്കെ ചെയ്യുന്നതിന് ആ താഴേക്കിടയിൽ നിന്നുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഇന്ന് എനിക്ക് ഏറ്റവും വലിയ ഉപകാരം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എഞ്ചിനീയേഴ്സോട് എല്ലാവരോടും പറയണത് എന്താ വെച്ചാൽ, നമുക്ക് നമ്മളെ ഇൻഡസ്ട്രി, നമ്മുടെ മക്കളും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള ആഗ്രഹമായിരിക്കും നമ്മളെ പാരൻസിന് എല്ലാവർക്കും. അപ്പം അവർക്കൊക്കെ ഈ സ്കൂൾ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ പതുക്കെ സൈറ്റിലേക്കൊക്കെ കൂട്ടിക്കൊണ്ടു കഴിഞ്ഞാൽ, കാരണം ഞാൻ എൻ്റെ മോളെയും അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവളിപ്പം BArcന് സെക്കൻഡ് ഇയർ എത്തി. പക്ഷേ പതുക്കെ കാരണം പുതിയ തലമുറക്ക് ഒരു പക്ഷേ അവർ നിങ്ങളോട് പറയും, എനിക്ക് ഇപ്പോൾ ഈ കോൺട്രാക്ട് വർക്കോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് വർക്കോ ഒന്നും ശരിയാവില്ല, ഞാൻ ഏതെങ്കിലും IT കമ്പനിയിൽ ജോലി ചെയ്യാം എന്നുള്ളതായിരിക്കും കൂടുതൽ മക്കൾ പ്രതീക്ഷിക്കുക. പക്ഷേ നമുക്കെന്നും നമ്മുടെ ഇൻഡസ്ട്രിയോടൊരു ആഗ്രഹം ഉണ്ടാവും. നമ്മൾ എഞ്ചിനീയേഴ്സാണ്, കോൺട്രാക്ടേഴ്സാണ്, അപ്പോൾ നമുക്ക് നമ്മുടെ മക്കൾ ആ മേഖലയിൽ വരണമെന്നുണ്ടാവും. പക്ഷേ ഇങ്ങനെ അവരെ ആ ബ്ലഡിലേക്ക് എടുത്തു കൊടുത്താൽ ഇന്ന് അവർക്ക് നമ്മൾ ചെയ്തതിനേക്കാളൊക്കെ വളരെ സിമ്പിളായിട്ടും ഫാസ്റ്റായിട്ടും പുതിയ കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള, കാരണം ലെൻസ്പെട്ടൊക്കെ അതിൻ്റെ ഒരുപാട് ട്രെയിനിങ്ങുകൾ നടത്തുന്നതാണ്. അപ്പോൾ ഇതിൽ വിമ്മും പിന്നെ എന്താ വെച്ചാൽ പല രീതിയിലുള്ള ഷട്ടറിങ്ങും സ്റ്റീലും ലേയിങ്ങും അതിൻ്റെ ബാക്കിയുള്ള MEP ഡീറ്റെയിൽസൊക്കെ ഇന്ന് നമ്മുടെ പയ്യന്മാർ ക്വിക്കായിട്ട് സെക്കൻഡ്സ് കൊണ്ട് ചെയ്ത് തീർക്കണേ കാണാം. ഇപ്പം ഒരു ഡ്രോയിങ്ങൊക്കെ. അപ്പം നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ ഇനി നെസ്മെഡിൻ്റെ ഏതെങ്കിലുമൊക്കെ വേദികളിൽ നമുക്ക് ഞാൻ ഷെയർ ചെയ്യാൻ തയ്യാറാണ്. കാരണം എന്നും നമുക്ക് ഇൻസ്പിറേഷൻ, ഞാൻ ഈ ലെവലിൽ വർക്ക് ചെയ്ത് ഈ സംഘടനയിൽ ചെറിയ ലെവലിലാണ് വർക്ക് ചെയ്തത്. പിന്നെ പെട്ടെന്ന് ഞാനിങ്ങനെ ഡ്രോയിങ്ങും സൈറ്റൊക്കെ ആയി പോയപ്പം എൻ്റെ ഫ്രണ്ടൊക്കെ നിങ്ങളെ മെമ്പർമാരൊക്കെ ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. നമ്മളൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. അപ്പം വളരെ സന്തോഷം. കാരണം ഒരുപാട് പറയാനുണ്ട്, പക്ഷേ ഈ ഒരു വേദി അതിന് അനുയോജ്യമല്ല. നമ്മൾ ഒരു 10 മിനിറ്റ് സ്പീച്ചാണല്ലോ നമുക്ക് അലോക്കേഷൻ. താങ്ക് യു. ആരെങ്കിലും ഉണ്ടോ? ഇനി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് മെമൻറ്റോസ് കൊടുക്കണം. മെമൻറ്റോസ്. ലെൻസ്ഫെഡ് ഗ്ലോബൽ ബിൽഡ് എക്സ്പോ 2K25 ഭാഗമായി നടത്തിയ ഗംഭീരമായ ഈ ബിസിനസ് സമ്മിൽ പങ്കെടുത്തുകൊണ്ട് ഈ ചടങ്ങിനെ ധന്യമാക്കിയ ഞങ്ങളുടെ പ്രിയങ്കരായ വിശിഷ്ട വ്യക്തികൾക്ക് ലെൻസ്ഫെഡിൻ്റെ ഒരു ടോക്കൺ ഓഫ് ലവ് സ്നേഹോപഹാരം നൽകുകയാണ്. ആദ്യമായി ഉപഹാരം നൽകുന്നത് മാതൃഭൂമിയുടെ ചെയർമാനും മാതൃഭൂമിയുടെ ഹൃദയസ്പന്ദനവുമായ ശ്രീ PV ചന്ദ്രേട്ടനാണ്. ആ ഉപഹാരം നൽകുന്നത് എഞ്ചിനീയർ ജഗത് പ്യാരി, ലെൻസ്ഫെഡ് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ എഞ്ചിനീയർ ജഗത് പ്യാരിയെ ഞങ്ങൾ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇനി ഉപഹാരം നൽകുന്നത് ശ്രീ AP അബ്ദുള്ളക്കുട്ടി സാറിനാണ്. വ്യവസായിക ലോകത്തിൻ്റെ പ്രതീക്ഷയും കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പുതിയ പ്രസിഡന്റുമായ ശ്രീ AP അബ്ദുള്ളക്കുട്ടിക്ക് ഉപഹാരം നൽകുന്നത് എഞ്ചിനീയർ ബിജോ മുരളി, സംസ്ഥാന സെൻട്രൽ കമ്മിറ്റി അംഗവും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഫ്രം ഇടുക്കി. അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇനി ഉപഹാരം നൽകുന്നത് ഹാപ്പി ഫുഡ് പ്രൊഡക്ട്സിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഫൗണ്ടറുമായ ശ്രീ M ഖാലിദ് സാറിനാണ്. ഉപഹാരം നൽകുന്നത് എഞ്ചിനീയർ VK റസാഖ്, ലെൻസ്ഫെഡിന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറിയും ലെൻസ്ഫെഡ് സംസ്ഥാന കമ്മിറ്റി അംഗവുമായ എഞ്ചിനീയർ VK റസാഖ്. പ്ലീസ് കം ടു ദ സ്റ്റേജ്. ഇനി ഉപഹാരം നൽകുന്നത് ക്യാപ്കോൺ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർമാനും ഞങ്ങളുടെ പഴയ മെമ്പറുമായ സ്നേഹനിധിയായ അൻവർ സാദത്ത് അവർകൾക്കാണ്. ആ ഉപഹാരം നൽകുന്നത് എഞ്ചിനീയർ മധുസൂദനൻ ഫ്രം കണ്ണൂർ, ലെൻസ്ഫെഡിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമായ ശ്രീ മധുസൂദനൻ. ഇനി ഈ ചടങ്ങിന് നന്ദി അർപ്പിക്കുന്ന ചടങ്ങാണ്. അതിനായി ശ്രീ അനിൽകുമാർ, സംസ്ഥാന സമിതി അംഗവും സെൻട്രൽ കമ്മിറ്റി അംഗവുമായ അനിൽകുമാർ ഫ്രം കോട്ടയം,
കോട്ടയം ജില്ലാ സെക്രട്ടറി കൂടിയാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ഏറ്റവും വിശിഷ്ടരായ വ്യക്തിത്വങ്ങളെ, സദസ്സിലിരിക്കുന്നവരെ, ലെൻസ്ഫെഡ് സംസ്ഥാന സമിതി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗ്ലോബൽ ബിൽഡ് എക്സ്പോയുടെ ഭാഗമായി നമ്മുടെ ഇന്ന് ഈ വേദിയിൽ ഏതാണ്ട് 4ഓളം സെമിനാറുകളാണ് നടന്നു കഴിഞ്ഞിട്ടുള്ളത്. അതിലേറ്റവും അവസാനം നടന്ന ഈ ബിസിനസ് മീറ്റിൽ ഏറ്റവും കാലിക പ്രസക്തിയുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ച് ഈ രംഗത്തെ ഏറ്റവും പ്രമുഖരായവരുടെ കാഴ്ചപ്പാടുകൾ നമ്മളുമായി അവർ പങ്കുവെക്കുകയുണ്ടായി. അതിലേറ്റവും ശ്രദ്ധേയമായി നമുക്ക് തോന്നിയത് ഒരുപക്ഷെ നമ്മുടെ തന്നെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ച ശ്രീ അൻവർ സാദത്ത് അവരുടെ അനുഭവവും പരിചയവും ഈ രംഗത്തെ അദ്ദേഹത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളൊക്കെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഏതായാലും ഇത്രയും നല്ല ഒരു അനുഭവം ഞങ്ങളുമായി പങ്കുവച്ച ഈ വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും സ്നേഹപൂർവ്വം അവർക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കട്ടെ. ഈ വിഷയത്തിൽ നമ്മൾ ആദ്യമായി സംസാരിച്ചത് മാതൃഭൂമിയുടെ മാനേജിംഗ് ഡയറക്ടറും മാനേജിംഗ് എഡിറ്ററുമായ ശ്രീ PV ചന്ദ്രൻ അവர்களാണ്. അദ്ദേഹത്തിന് ലെൻസ്ഫെഡ് സംസ്ഥാന സമിതിയുടെ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തായി നമ്മൾ സംസാരിച്ചത് കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പ്രസിഡന്റ് ശ്രീ AP അബ്ദുള്ളക്കുട്ടി അവர்களാണ്. അദ്ദേഹത്തിനും ലെൻസ്ഫെഡ് സംസ്ഥാന സമിതിയുടെ അഗൈതവുമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. മൂന്നാമതായി നമ്മളോട് സംസാരിച്ചത് ഹാപ്പി ഫുഡ് പ്രോഡക്ട്സിൻ്റെ CEOയും ഫൗണ്ടറുമായ ശ്രീ M ഖാലിദ് അവர்களാണ്. ലെൻസ്ഫെഡ് സംസ്ഥാന സമിതിയുടെ ഹൃദയംഗവുമായ നന്ദി അദ്ദേഹത്തിനും അർപ്പിച്ചുകൊള്ളുന്നു. അവസാനമായി നമ്മോട് സംസാരിച്ചത് കാപ്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ മാനേജിംഗ് ഡയറക്ടറും ചെയർമാനുമായ ശ്രീ അൻവർ സാദത്ത് അവர்களാണ്. അദ്ദേഹത്തിനും ലെൻസ്ഫെഡ് സംസ്ഥാന സമിതിയുടെ ഹൃദയംഗവുമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇത്രയും കാലിക പ്രസക്തിയുമുള്ള ഒരു വിഷയം നമ്മളോട് ഈ വിശിഷ്ട വ്യക്തിത്വങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംസാരിക്കുവാൻ അത് മോഡറേറ്റ് ചെയ്തത് നമ്മുടെ തന്നെ മുൻ സംസ്ഥാന പ്രസിഡൻറ്റും ലെൻസ്ഫെഡിൻ്റെ ആദരണീയനായ നേതാവുമായ എഞ്ചിനീയർ P മുഹമ്മദ് കോയ സാറാണ്. അദ്ദേഹത്തിന് ലെൻസ്ഫെഡ് സംസ്ഥാന സമിതിയുടെ ഹൃദയംഗവുമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. വളരെ ശ്രദ്ധയോടെ ഈ വിഷയം ഇവിടെ കേട്ടുകൊണ്ട് ഇത്രയും സമയം കാത്തിരുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും കാണികൾക്കും എല്ലാവർക്കും ലെൻസ്ഫെഡ് സംസ്ഥാന സമിതി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ലെൻസ്ഫെഡ്.